ഗായ്സ്, സോ നമ്മളിന്ന് വാലറ്റ് ഉണ്ടാക്കാൻ പോവാണ്, അല്ലെങ്കിൽ ഓക്സ്ടെയിൽ എന്ന് പറയും. അപ്പം ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ഗ്രിൽ ചീസ് സാൻഡ്വിച്ച് ആണ്, അതും നമ്മുടെ ഓക്സ്ടെയിൽ വെച്ചിട്ട്. അപ്പം എങ്ങനെയാ പരിപാടി തുടങ്ങിയാലോ? ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി സോഴ്സ് ചെയ്യുന്ന ഒട്ടുമിക്ക പാർട്സ് ആയാലും മീറ്റ് ആയാലും ഇവിടെ അടുത്തുള്ളൊരു ബുച്ചർ ഷോപ്പിൽ നിന്നാണ്. പുള്ളിക്കാരനായിട്ട് ഞാൻ ഭയങ്കര ടൈപ്പാണ്. ഞാൻ എല്ലാ ആഴ്ചയും പുള്ളിനെ വിളിച്ച് ശല്യപ്പെടുത്തും, ചേട്ടാ ഇതുണ്ടോ അതുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട്. പുള്ളിക്കാരൻ ശരിക്കും എനിക്ക് ഭ്രാന്താണ്. അടുത്ത ദിവസം ഞാൻ ഇത് മേടിക്കാൻ ചെല്ലുമ്പോൾ പുള്ളിക്കാരനെ അടുത്ത് ചോദിക്കുക, ഇതൊക്കെയാണ് നിങ്ങൾ നിങ്ങളുടെ പട്ടിക്ക് കൊടുക്കണേന്ന്. അപ്പോൾ ഞാൻ അല്ല, ഇതൊക്കെ എനിക്ക് കഴിക്കാനുള്ളതാണെന്ന് ഞാൻ പറയും. പുള്ളി കളിയാക്കി ചോദിച്ചൊന്നുമല്ല കേട്ടോ, നമ്മൾ കല്യാണിക്കുള്ള എല്ലാ പാർട്സും നമ്മൾ മേടിക്കുന്നത് അവിടെ നിന്നാണ്. അതുകൊണ്ടാണ് പുള്ളി ചോദിച്ചത്. പിന്നെ പുള്ളി പറയായിരുന്നു ഇന്ത്യൻസ് ഒന്നും പൊതുവെ ഇതൊന്നും കഴിക്കണം കണ്ടിട്ടില്ലെന്ന്. പിന്നെ നമ്മൾ പറയും നമ്മൾ സൗത്ത് അല്ലേ, സൗത്തിൽ നിന്നുള്ളവരൊക്കെ ഇതൊക്കെ കഴിക്കും. ഈ ഒരു ഓക്സ്ടെയിൽ റെസിപ്പി എൻ്റെ സ്വന്തം കണ്ടുപിടുത്താണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ താഴെ കൊടുക്കാം. നമ്മുടെ ഓക്സ്ടെയിൽ കുക്ക് ചെയ്യാൻ പോകുന്നത് റെഡ് വൈനിലാണ്. നിങ്ങൾക്ക് റെഡ് വൈൻ അല്ലെങ്കിലും ഇപ്പം ഇനി ബീഫ് ബ്രോത്തോ അങ്ങനെ യൂസ് ചെയ്താൽ മതി. പക്ഷെ ഇതിൽ കോർക്കുണ്ട്, എൻ്റെ കയ്യിൽ ബോട്ടിൽ ഓപ്പണർ ഇല്ല. സോ നമുക്ക് തൽക്കാലം ഇത് തള്ളി ഉള്ളിലേക്ക് ഇടാം. ഇനി നമ്മൾ കുറച്ച് സ്പൈസസ് ആഡ് ചെയ്യാൻ പോവാണ്. ഇതിനുള്ള നമ്മുടെ ബേ ലീവ്സ്, സിന്നമൺ സ്റ്റിക്സ്, സ്റ്റാർ അനീസ്, ക്ലോസ്, പിന്നെ കാർഡമം. ഇതെല്ലാം ഉണ്ട്. നമുക്കിത് ഇതിലോട്ടിടാം. സ്പൈസസ് ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലോട്ട് ജിഞ്ചർ ഗാർലിക്കും ഇടുന്നുണ്ട്, പിന്നെ ഒനിയൻസ് ഇടുന്നുണ്ട്. പിന്നെ ഇതിവിടെ നിന്ന് സിമ്മർ ചെയ്ത് ഏകദേശം വൈൻ്റെ ആ ഒരു കയ്പ്പ് മാറിയിട്ട് ചെറിയൊരു സ്വീറ്റ്നെസ്സും ചെറിയൊരു ബിറ്റർനെസ്സും വരുമ്പോഴാണ് നമ്മൾ ഓക്സ്ടെയിൽ ഇട്ട് ഒരു 1.5 മണിക്കൂർ കുക്ക് ചെയ്യുന്നത്. ഇത് നന്നായി കുക്കായിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഷ്രെഡ് ചെയ്യാം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഗ്രിൽ ചീസ് സാൻഡ്വിച്ച് ആണ്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഷ്രെഡ് ചെയ്തെടുക്കാം. ഗ്രിൽ ചീസ് ഉണ്ടാക്കാൻ ഭയങ്കര സിമ്പിളാണ്. ബ്രെഡിൻ്റെ ഉള്ളിൽ ചീസ് വെച്ച് ഗ്രിൽ ചെയ്യുന്നതാണ് ഗ്രിൽ ചീസ്. അപ്പോൾ നിങ്ങൾക്ക് മീറ്റോ അങ്ങനെ എന്ത് വേണമെങ്കിലും സ്റ്റഫ് ചെയ്ത് കഴിഞ്ഞാൽ എന്നിട്ട് ഗ്രിൽ ചെയ്ത് കഴിഞ്ഞാൽ അത് ഗ്രിൽ ചീസ് ആവും. ഇത് കരിഞ്ഞതല്ലോ കേട്ടോ, നമ്മൾ ഇതിൻ്റെ ഓക്സ്ടെയിലിൻ്റെ സോസ് ഇതിൻ്റെ മേലെ ബ്രഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കളർ ഇങ്ങനെ കേട്ടോ. പിന്നെ ഇവിടെ മുരിഞ്ഞു, ദാറ്റ്സ് ഇറ്റ്. അത് മുരിയുമ്പോൾ സോസ് ഇച്ചിരി കരിഞ്ഞ പോലെ തോന്നും, എന്നാലും അത് കരിഞ്ഞിട്ടില്ല. നൈസ്.